ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഈ ദൈവം അയക്കുവാനിടയാകും. സുവിശേഷം എന്ന് പറയുന്നത് സദ്വർത്തമാനമാണ്. സമാധാനമില്ലാത്ത ഇടത്ത്, ഇരുട്ടിന്റെ പ്രവൃത്തികൾ ഉള്ള ഇടത്ത് ദൈവത്തിന്റെ വെളിച്ചമായ വചനം ഇറങ്ങി ചെല്ലുമ്പോൾ ഇരുട്ട് മാറുകയും അവിടെ സമാധാനം ഉണ്ടാകുകയും ചെയ്യും. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന സൃഷ്ടിപ്പിന്റെ ആദിമ നാളുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇരുളായിരുന്ന ഭൂമിയെ ദൈവം ക്രിയേഷൻ ചെയ്തപ്പോൾ ഒന്നുകൂടെ രൂപാന്തരപ്പെടുത്തി എടുത്തപ്പോഴാണ് അവിടെ വെളിച്ചത്തിന്റെ ശക്തി വെളിപ്പെട്ടത്, വചനത്തിന്റെ ശക്തി വെളിപ്പെടും. അതുപോലെ ഈ ദേശത്ത് ഇരുളായി കിടക്കുന്ന കുടുംബങ്ങൾ, അതായത് സമാധാനമില്ലാതെ ഈ ഭൂമിയിൽ രണ്ടു തരമുള്ള നെഗറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. മനുഷ്യനെ കൂടുതലായി ബാധിക്കുന്ന നെഗറ്റീവാണ്, അതായത് ഇരുളിന്റെ ശക്തികൾ. ആ ഇരുളിന്റെ ശക്തികളെ മാറ്റുവാൻ കഴിയുന്ന ലോകത്തിന്റെ വെളിച്ചമായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് ഇന്ന് സംസാരിക്കുവാനുള്ളത്. ഒരു കാലത്ത് ഞങ്ങളും ഇരുട്ടിലായിരുന്നു. ലോകത്തിന്റെ ഇഷ്ടപ്രകാരം ലോകത്തിന്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് മനുഷ്യനെയും കുടുംബ ബന്ധങ്ങളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും തിരിച്ചറിയാൻ കഴിയാതെ ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ സ്വീകരിക്കുകയും യേശുവിനെ ഞങ്ങളിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് സ്വീകരിക്കുവാൻ കഴിയും യേശുവിനെ? ദൈവവചനം പറയുകയാണ്, നീ വായ് കൊണ്ട് ഏറ്റു പറഞ്ഞു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് യേശു പറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ സകലത്തിനും, ഭൂമിയിലുള്ള സകലത്തിനും നമ്മെ വേർതിരിക്കുക എന്നായിരുന്നു അർത്ഥം. മനുഷ്യന് മരണമുണ്ട്, രണ്ടു തരമുള്ള മരണമുണ്ട്. തിരുവചനം പറയുന്നു, ഒന്ന് ലോകത്തിന്റെ മരണം, അതായത് നരകത്തിലേക്ക്, ലോകത്തിന്റെ നാശത്തിലേക്കുള്ള മരണം. മറ്റൊന്ന് പറയുന്നത് നിത്യജീവൻ, അതായത് ഈ ലോകത്തിലെ മരണത്തിൽ നമ്മെ വേർതിരിച്ച് എന്നേക്കുമുള്ള ജീവൻ പ്രാപിക്കുകയാണ് കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് ഞങ്ങളും ഈ ലോകത്തിന്റെ മോഹങ്ങളിൽപ്പെട്ട് എന്താണ് പാപമെന്നും തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു കാലഘട്ടം ഞങ്ങളായിരുന്നു. എന്നാൽ യേശു ഞങ്ങളിലേക്ക് വന്നപ്പോ പാപം എന്നൊക്കെ മനസ്സിലായി. ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നതും, ഒരാളുടെ ദോഷമായി പ്രവർത്തിക്കുന്നതും, ഒരാളുടെ നാശത്തിന് നമ്മൾ സംസാരിക്കുന്നതും എല്ലാം പാപമാണ്. പക്ഷെ നാം അത് എങ്ങനെ മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ, യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഒരാളുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. അതാണ് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ പ്രത്യേകത. സ്വന്തം കുടുംബത്തിൽ നന്മ ആഗ്രഹിക്കും, നമ്മുടെ മറ്റുള്ളവരിൽ നന്മ ആഗ്രഹിക്കും. അവിടെ നാശത്തിന് വേണ്ടിയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. എന്ത് ചെയ്യാം? യേശു ക്രിസ്തുവിലുള്ളവരുടെ ഹൃദയത്തിന്റെ ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇന്ന് സംസാരിക്കും. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് ഒരു പണിയില്ലല്ലോ എന്ന്. പക്ഷെ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ അകപ്പെട്ട ഒരു കാലത്ത് ഞങ്ങൾ നശിച്ച് ഒരിക്കലും രക്ഷയില്ല എന്ന് പറഞ്ഞ് സകലരാലും കളിക്കളഞ്ഞ ഒരു സമയത്ത് ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയത്. ഇന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് പറയുവാൻ കഴിയുന്ന ഒരു കാര്യം, യേശുവിൽ ഞാൻ അറിഞ്ഞത് കൊണ്ട് എനിക്ക് സമാധാനം ലഭിച്ചത്. അല്ലെങ്കിൽ എന്നേ ഞാൻ മണ്ണിനടിയിൽ പോകുമായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ശക്തമായി ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാകും. എല്ലാരും പറയുന്ന പോലെയല്ല കേട്ടോ. പക്ഷേ നിങ്ങൾ യേശുവിൽ യഥാർത്ഥമായി വിശ്വസിക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ സ്ഥിതിഗതികൾക്ക് ദൈവം വ്യത്യാസമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരാണോ? കുഞ്ഞുങ്ങളെ ഓർത്ത്, കടഭാരത്തെ ഓർത്ത്, വാടകയ്ക്ക് താമസിച്ച് വാടക കൊടുക്കുവാനില്ലാതെ ഭാരപ്പെടുന്നവരാണോ നിങ്ങൾ? എന്നാൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ യേശുവിന് വേണ്ടി ഒന്നും കൊടുക്കണ്ട. നിങ്ങളുടെ ഹൃദയം കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ നിശ്ചയമായി നിങ്ങൾ രക്ഷിക്കപ്പെടുവാനിടയാകും. ഇന്നത്തെ ഈ സന്ദേശം ഇവിടെയുള്ള ദേശത്തെ സഹോദരങ്ങൾക്ക് ഒരാശ്വാസമായി മാറട്ടെ എന്ന് ആത്മാ